ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇന്ന് സമൂസ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവൾ നേപ്പാളിയാണ്. അപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കിയേക്കാം. ബാ. ഹലോ ഗൈസ്, അപ്പോൾ അടുക്കളയിലോട്ട് വന്നു. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. സവാള, ഗ്രീൻ പീസും കടലയും പുഴുങ്ങി വെച്ചത്, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, പൊടിയാണ് ഇത്. ഇവിടെ പൊടി എല്ലാം കുഴച്ചതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ മൈദയുടെ പൊടി, അതിൽ ഓയില്, ഉപ്പ്, അജ്വിൻ എന്നാണ് പറഞ്ഞത്. കണ്ടൊരു ജീരം പോലെ ഇരിക്കുന്ന സാധനം അതൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിപ്പോൾ അവളിത് ഉരുളക്കിഴങ്ങിനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പാൻ വെച്ചു, അതിൽ വെളിച്ചെണ്ണ ഇട്ടു. ഇപ്പോൾ അത് ചൂടായി വന്നപ്പോഴേക്കും സവാള ഇട്ടു. ഇനി വരട്ടുക. അതിൻ്റെ അപ്പുറത്തൊരു പാത്രത്തിൽ എൻ്റെ രാത്രിത്തേക്കുള്ള അരിയും വേവുന്നുണ്ട്. ഇതെൻ്റെ ഞാൻ വെച്ച മീൻ കറിയാണ്, ചാളയാട്ടോ. ഇതിപ്പോൾ ഇവിടെ സമയം 8 മണിയായി. എന്നിട്ട് ഇപ്പം നോക്കിയേ രാത്രിയായോന്ന്. ഇപ്പോഴും രാവിലെ പോലെ തന്നെ, മീൻസ് രാവിലത്തെ അറ്റ്മോസ്ഫിയർ മാറിയിട്ടേ ഇല്ല. കാണാനും എന്ത് ഭംഗിയാ. ഇപ്പം പച്ചമുളക് ഇടാൻ പോവാണേ. മഞ്ഞൾപ്പൊടി ഇടുവാണേ. ഉരുളക്കിഴങ്ങ് ഇടാൻ പോവാണേ. അത് ആഡ് ചെയ്തു. പിന്നെ അതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ അത് വേവിച്ച് വെച്ചേക്കണ കടലയും ബീൻസും ഒക്കെ ഇതിലോട്ട് ഇടുവാണേ. പിന്നെ അതും കൂടി കൂട്ടി ഇളക്കുവാണേ. ഇവള് മുളക് പൊടി ഇടുന്നത് കളറിന് വേണ്ടിയാണ്. പച്ചമുളക് ഇട്ടുകൊണ്ട് ഓൾറെഡി എരിവുണ്ട്. ഇനി ജീര പൗഡർ. എനിക്ക് അവരുടെ ഒപ്പം ഹിന്ദി സംസാരിച്ചേ മലയാളവും ജീരക രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ജീരക പൗഡർ ഇടുന്നുണ്ട്. ഉപ്പിട്ടു. അത് വെറൈറ്റി ടൈപ്പ് ഉപ്പാണ്. അവളുടെ ഉപ്പ് ഒരു ചുമല വൈറ്റ് അങ്ങനെ ചേർന്നാണ്. അത് അവളുടെ മീൻസ് അതായത് ഇപ്പം ഞങ്ങൾ ലിറ്റിൽ ഇന്ത്യൻ ബസാറിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നേപ്പാൾ മാർക്കറ്റിൽ നിന്നാട്ടോ ഓർഡർ ചെയ്തത്. ഇപ്പം മസാലയായിട്ട് ഇടുന്നത് മീറ്റ് മസാല എന്നാണ് പറഞ്ഞത്. ഇനി എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ച് ചേർക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ട് ഏകദേശം ആയെന്നാണ് കേട്ടോ അവൾ പറഞ്ഞത്. ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ റൗണ്ട് പോലെയല്ല ഉണ്ടാക്കുക, പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ എന്താണ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് കിട്ടണില്ല. അപ്പോൾ ഏകദേശം ഇതേപോലെ മാറ്റണം. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ പരത്തണ സാധനം ഇല്ലാത്തതുകൊണ്ട് ഈ കയ്യിലിൻ്റെ ഇത് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിൽ സാധന സാമഗ്രികൾ ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പാടാണ്. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു പരുവത്തിലൊക്കെ ആക്കുന്നുണ്ട്. ക്ഷമിക്കുക. ഇത് കൂടുതൽ കട്ടിയാവരുത്, എന്നാൽ വളരെ തിന്നും ആകരുത് എന്നാണ് അവൾ പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ. ഇനി അത് കട്ട് ചെയ്യണമെന്നാണ് അവൾ പറഞ്ഞത്. ट्रायंगल शेप देना है. ട്രയാങ്കിൾ ഷേപ്പിലോട്ട് ആക്കണം. എന്നിട്ട് നന്നായിട്ട് അമർത്തി ആ അറ്റം വരെ എത്തിച്ചു കൊടുക്കണം. ഇനി അതിലോട്ടത് നേരത്തെ പാത്രത്തിലോട്ട് മാറ്റി വെച്ചേക്കണ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതങ്ങോട്ട് ഫുള്ളാക്കുക. അതിന് ശേഷം വെള്ളമാണത്. ആ പാത്രത്തിൽ വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ച് അതിൻ്റെ എല്ലാ അരിഭാഗങ്ങളിലും തേച്ച് കൊടുക്കണം. അതിനുശേഷം അറ്റത്തുനിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് തുടങ്ങിയിട്ട്
ഇങ്ങനെ ആക്കിയിട്ട് സെൻറ്ററത്തിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ ചെയ്യണം. അതിനുശേഷം വീണ്ടും വെള്ളം വെച്ച് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ രണ്ടും കൂടി ആദ്യം ചെയ്ത് വെച്ച് അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് അവസാനം ബാക്കിയുള്ള ഭാഗം കൂടി ടാപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കൂ, ആയല്ലോ. അല്ല, ഇനി ഫ്രൈ ചെയ്യണം. അങ്ങനെ പാത്രത്തിലേക്ക് വെച്ചു, 2 എണ്ണമായി. ചട്ടി വെച്ചു, അതിലേക്ക് ഓയിലിട്ടു. ഇനി ചൂടായി വരുമ്പോൾ അത് ലോ ഫ്ലേവറിലോട്ട് മാറ്റണം. അങ്ങനെ ഓരോരോ സമൂസയെ ഇടാൻ തുടങ്ങി. 1 ഇട്ടു, 2 ഇട്ടു, 3 ഇട്ടു, 4 ഇട്ടു. അങ്ങനെ 4 ഒതുക്കി. ഇനി അതിനെ മറിച്ചിടണം. ഇപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അങ്ങനെ ഫൈനലി സമൂസ റെഡിയായി. ഇനി അത് പാത്രത്തിലോട്ട് മാറ്റുന്ന ചടങ്ങാണ് നടക്കുന്നത്. അങ്ങനെ റെഡിയായി. Despacito. Despacito. Camilo, this meat good? This is recipe is very good. അപ്പോൾ സമൂസ റെഡിയായി. അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളത് കെച്ചപ്പാണ്. കെച്ചപ്പിൻ്റെ ഒപ്പം കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ചട്നി ഉണ്ടെങ്കിൽ ചട്നിയുടെ ഒപ്പവും കഴിക്കാം. ഇപ്പോൾ ചൂടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ചൂടാണ്. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ഇതെങ്ങനെയുണ്ടെന്ന്. കെച്ചപ്പിൻ്റെ ഒപ്പമാണേ. ഒന്ന് ഇറക്കട്ടെ കടിച്ച്. ചൂട് നല്ലോണം ഉണ്ട്. നല്ല ടേസ്റ്റുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.